5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. ഈ കറപ്ഷൻ പോലെ തന്നെ ഒരു തീരുമാനമല്ലേ ബയാസ്ഡ് ആയിട്ട് ഒരു തീരുമാനം. അപ്പൊ ആവശ്യമില്ലാത്ത സ്ഥലത്ത് പണി കൊടുക്കുന്നു, ഈ ബിൽഡിംഗ് ആവശ്യമുള്ള സ്ഥലത്ത് അതും എന്തോ ഒരു ഗെയിൻ കണ്ടിട്ടാണ്. അതെ അതെ, പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു വർക്ക് എടുത്താൽ അതിന്റെ ഷെയർ വരും എന്നുള്ള ഒരു. അപ്പൊ ഈ ഒരു ഇൻട്രസ്റ്റുകളും ഈ പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റ്, പ്രഷർ ഗ്രൂപ്പ്, ഇതെല്ലാം ഗുഡ് ഗവേണൻസിനെ ഒരു തരത്തിലല്ലേ മറ്റു തരത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പൊ വീണ്ടും എന്റെ ചോദ്യം സ്ക്വയർ ഒന്നിലേക്ക്, നമ്മുടെ സ്റ്റേറ്റ് ലെവൽ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ്, നാഷണൽ ലെവൽ പൊളിറ്റിക്സ് എന്ന് പറയുമ്പോൾ അസംബ്ലിയിലുള്ളവർ, തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതി, ഇവരുടെ റോൾ എന്താണ്? ഇങ്ങനെ ഒരു ഗുഡ് ഗവേണൻസ് കൊണ്ടുവരാൻ ഒരു സൊസൈറ്റി കൊണ്ടുവരണമല്ലോ നമുക്ക്. അത് നമ്മുടെ ഒരു അംബീഷനായിട്ട് നിൽക്കാനല്ല, എന്താണ് അവരുടെ ഒരു റോൾ? അതിപ്പോ എന്റെ അനുഭവം വെച്ച് പറഞ്ഞാൽ അത് എനിക്ക് ഒരുപക്ഷെ കോയിൻസിഡൻസും ലക്കായിരിക്കാം. ഞാൻ പാലോലി മുഹമ്മദ് കുട്ടി സാറോട് 10 വർഷം ജോലി, AK അണ്ണി സാറായിട്ട് 5 ഏകദേശം 4.5 വർഷം ജോലി ചെയ്തു. ഡൽഹിയിൽ ജയറാം രമേശ് സാറുമായിട്ട് ജോലി. അപ്പൊ ഒരു 90% ഓഫ് മൈ ഈ സീനിയർ കരിയർ ഇങ്ങനത്തെ ആൾക്കാരുമായിട്ട്. അപ്പൊ അവരുമായിട്ട് എനിക്ക് ശരിക്കും നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല, എനിക്ക് പാലോലി സാറത്ത് പോയിട്ട് സാർ അഴിമതി എങ്ങനെ കുറയ്ക്കണം എന്നുള്ളത് സംസാരിച്ച് തീരുമാനമെടുക്കാൻ പറ്റും. എത്ര സ്ഥലത്ത് ഒരു ബ്യൂറോക്രാറ്റിന് മന്ത്രിയുടെ പോയിട്ട് അഴിമതി എങ്ങനെ കുറയ്ക്കണമെന്ന് തിയറിയല്ല, പ്രാക്ടിക്കൽ. സാർ ഇതിൽ ഇങ്ങനെ ഇവർ വെട്ടിക്കുന്നുണ്ട്, നമുക്ക് ഇങ്ങനെ ചെയ്താൽ കുറയും എന്നാ അങ്ങനെ ചെയ്യുന്ന പറഞ്ഞ് എടുത്തു വരും. ഒരു പൊളിറ്റിക്കൽ പാർട്ട്നേജ് അവിടെ ഉണ്ട്, പൊളിറ്റിക്കൽ ഇത് സപ്പോർട്ട്. ഒരു എക്സാമ്പിൾ കൂടെ പറയാം. ഇപ്പം ഒരു മിനിസ്റ്ററുടെ പവറിനേക്കാളും മിനിസ്റ്ററുടെ ഓഫീസിന്റെ പവർ ഇവിടെ നിന്നാണ് വരുന്നത്. നിങ്ങൾ ഗവൺമെന്റ് ട്രാൻസ്ഫർ ആൻഡ് പോസ്റ്റിംഗ്സിലാണ്. എക്വിറ്റി ഇല്ലെങ്കിൽ അതിപ്പം ഒരാള് പാർട്ടി പറഞ്ഞ അപ്പൊ അതൊരു ഭയങ്കര പവറാണ്, പേട്രണേജ് നമുക്ക് പറയാം. അപ്പോഴ് 2006 പാലോലി സാർ 2ാമത് മന്ത്രിയായപ്പോൾ ചാർജ് എടുത്ത അന്ന് തന്നെ, എടുക്കുന്നതിന് മുമ്പ് എന്തോ എന്നെ വിളിച്ചു പറഞ്ഞു ട്രാൻസ്ഫേഴ്സിന് മാനദണ്ഡം കൊണ്ടുവരണം. അപ്പൊ ഞാൻ ചിരിച്ചിട്ട് പറഞ്ഞു, സാർ ഞാൻ 99 മാനദണ്ഡം കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോൾ സാർ അന്ന് എന്നെ സപ്പോർട്ട് ചെയ്തില്ല. അപ്പൊ ആ ഫ്രീഡം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞ ശരിയാണ്, ഞാൻ മനസ്സിലായത് ഞാൻ പ്രതിപക്ഷത്തിരുന്നപ്പോൾ ഞാൻ ട്രാൻസ്ഫർ കൊടുത്ത ആളുകൾ, ഒരുപാട് റെക്കമെൻഡേഷൻ എല്ലാം കൊടുത്ത ആളുകൾ ഇന്ന് UDF മന്ത്രിമാരുടെ കൂടെ വർക്ക് ചെയ്തു. അതിന്റെ അർത്ഥം ഇവർക്കൊന്നും രാഷ്ട്രീയ ലാഭ്യത്തിൽ കൂടുതലും രാഷ്ട്രീയ ലാഭ്യത്തിൽ പെർമനന്റ് അല്ല. അപ്പൊ ഞങ്ങളുടെ സമയം ഒരുപാട് ട്രാൻസ്ഫറിന് പോകും. ഇനി അത് പറ്റത്തില്ല. പക്ഷെ ഈ പറഞ്ഞത് സുതാര്യമായിട്ടുള്ള മാനദണ്ഡങ്ങൾ അനുസരിച്ച് നോംസ് ഉണ്ടാക്കും. അപ്പൊ ഞാനൊരു ഭയങ്കര കട്ടിയായിട്ടൊരു നോംസ് ഉണ്ടാക്കി മന്ത്രിയുടെ കൈ കൊണ്ട് കൊടുത്തു. ഒരു ദിവസം മന്ത്രിയുടെ റൂമിൽ പോയപ്പോൾ ആ ഫയൽ അവിടെ ഇരിക്കുന്നു, ഞാൻ ഡിക്റ്റേറ്റ് ചെയ്ത ഫയലാണ്. അപ്പൊ അതൊരു വെള്ള പേപ്പറിൽ, കമ്പ്യൂട്ടർ പേപ്പറിൽ അവിടെ ഇരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു, സാർ ഇതാണ് ഞാൻ അയച്ചിട്ടുണ്ട്, പക്ഷെ അത് അപ്രൂവ് ചെയ്താലും നടപ്പാവില്ല എന്ന് സർക്കാസ്റ്റിക് ആയിട്ട് പറഞ്ഞു. എന്താ നിങ്ങൾ അങ്ങനെ പറയാൻ കാരണം? ഞാൻ പറഞ്ഞു, സാർ ഭരണകക്ഷിയിലെ ആള് എസ്റ്റാബ്ലിഷ്മെന്റ് ക്ലാർക്ക്, എസ്റ്റാബ്ലിഷ്മെന്റ് സൂപ്രണ്ട്, അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ്, ഞാൻ ബേസിക്കലി പഞ്ചായത്ത് ഡയറക്ടർ വെച്ച് എക്സാമ്പിൾ ആയിരുന്നു. ഒരു ഡയറക്ടർ എത്ര തന്നെ ശ്രമിച്ചാലും ഒരു 5000 പേരൊക്കെ ട്രാൻസ്ഫർ ചെയ്തു ഒരിക്കലും കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ അദ്ദേഹം വളരെ സീരിയസ് ആയിട്ട് ഇതിന് പ്രതിവിധി ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഉണ്ട്, ചെറിയ വിപ്ലവകരമായിട്ട് പ്രതിവിധി. എന്താണെന്ന് ചോദിച്ചു. സാർ നമ്മുടെ നാട്ടില് ഒരുപാട് സംഘടനകളുണ്ട്, അവരെല്ലാം ശക്തരാണ്. ചിലപ്പോൾ ഒരാളെ 60% ആയിരിക്കും, ചിലപ്പോൾ 10% ആയിരിക്കും. അപ്പൊ നമ്മളൊരു ഡ്രാഫ്റ്റ് ട്രാൻസ്ഫർ ലിസ്റ്റ് ഇട്ടാൽ, ഇന്റൻഷൻ ടു നിന്നെ ഇവിടെ മാറ്റാൻ പോകുന്നു എന്ന് ഇട്ടാൽ, ഒന്ന് അവർക്ക് ഇതാവും, മറ്റു സുതാര്യമായിട്ടാവും. ഇയാളെ ഇവിടെ എടുക്കുന്നു, ഇയാൾ ഇവിടെ കൊടുക്കുന്നു. അപ്പൊ എല്ലാ കണക്കും വരും, ഇയാൾ അവിടെ ഉണ്ടായിരുന്നു, ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ കണക്ക് വരും. പിന്നെ ഞെട്ടിപ്പിച്ചിട്ട് അദ്ദേഹം ആ ഫയൽ എടുത്തു കഴിഞ്ഞു, അതും കൂടെ എഴുതിക്കൊണ്ടു വന്നു. ഞങ്ങളത് എഴുതി, നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല, 2007 മുതൽ 2011 ഓൾ ട്രാൻസ്ഫേഴ്സ് പുള്ളി തെറ്റാത്ത നോംസ്, ആർക്കും ചെയ്യാൻ പോലും. പക്ഷെ ഡിസ്ട്രിക്ട് ഓഫീസേഴ്സിലെ പൊളിറ്റിക്സ് വരും, അത് ചോയ്സ് ആണ്. ഡിസ്ട്രിക്ട് ഓഫീസേഴ്സിന് ട്രാൻസ്ഫർ ആവുന്നൊന്നുമില്ല, പിന്നെ ഇടുക്കി വയ്ക്കണോ കോട്ടയത്ത് വയ്ക്കണോ എന്നുള്ള ജഡ്ജ്മെന്റ് ഇല്ല. അത് ഒഴിച്ചിട്ട് എല്ലാം നോമാണ്. അപ്പൊ അന്ന് ഈ ചീഫ് എഞ്ചിനീയർ എൻ്റെ അടുത്ത് തമാശയായിട്ട് പറഞ്ഞു, സുന്ദരൻ എന്നൊരു നല്ല കറപ്ഷൻ ഫ്രീ ചീഫ് എഞ്ചിനീയർ വരുന്നു. അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, സാറേ ഞങ്ങളൊക്കെ ഒരുപാട് വർഷമായിട്ട് PWD ഒരുപാട് ഗവൺമെന്റിൽ ജോലി ചെയ്തിട്ടുണ്ട്, പക്ഷേ ആദ്യമായിട്ട് അസിസ്റ്റന്റ് എഞ്ചിനീയറിങ്, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറിങ്, ചീഫ് എഞ്ചിനീയർ ട്രാൻസ്ഫർ ചെയ്യുന്നത് ഇപ്പോഴാണ്. തമാശ അദ്ദേഹം പറഞ്ഞ, സാർ ഞാനൊന്ന് നുള്ളി നോക്കി, ഞാൻ സ്വപ്നം കാണുകയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. സോ ഇറ്റ്സ് പോസിബിൾ വിത്ത്. അപ്പൊ ഇത് പോസിബിൾ എന്ന് വെച്ചാൽ ഇത് ഒരു നല്ല പാലോലി ഉണ്ടായിരുന്നു അങ്ങനെയൊന്നുമല്ല. ഇത് വന്നാൽ മറ്റേ ഒരു ഡിമാൻഡ്. അതിന് 2 എക്സാമ്പിൾ ഞാൻ പറഞ്ഞില്ല. അതിലുള്ള മിനിസ്റ്റേഴ്സിന്റെ പേര്, ഒന്ന് ഓഫ് കോഴ്സ് ഓട്ടോണമസ്, PSC രാഷ്ട്രീയമുണ്ട്, ഇവിടേക്ക് മെമ്പേഴ്സിനൊക്കെ രാഷ്ട്രീയമുണ്ട്, ഡിഫാക്റ്റോ ഉണ്ട്, ഡിഷ്യൂർ പാടില്ലെന്ന്. അവിടുത്തെ ട്രാൻസ്ഫർ നിങ്ങൾ അന്വേഷിച്ചു, എത്രയോ വർഷമായിട്ട് എൻ്റെ ഓർമ്മയുള്ള സർവീസിൽ ഞാൻ കയറിയ മുതൽ
അത് പെർഫെക്റ്റ് ട്രാൻസ്ഫർ ആണ്, അവിടെ ആരും ഇടപെടില്ല. അതുപോലെ കോളേജ് എഡ്യൂക്കേഷൻ, സ്കൂൾ എഡ്യൂക്കേഷൻ, കോളേജ് എഡ്യൂക്കേഷൻ ചിലപ്പോൾ ഒരു മന്ത്രി. കോളേജ് എഡ്യൂക്കേഷനിൽ 90 ഹൈക്കോടതി പോയിട്ട് കേസ് വന്നു. അതിനുശേഷം പെർഫെക്റ്റ് അതിൽ ഒരാൾ 2 ദിവസത്തിന് കൂടെ പോയെങ്കിൽ അയാൾക്ക് പ്രിഫറൻസ് കിട്ടും അതിന് മുമ്പ്. സോ ഇറ്റ് ഇസ് പോസിബിൾ, ഈ സ്പ്രെഡ് എഫക്റ്റ്, ഡെമോൺസ്ട്രേഷൻ എഫക്റ്റ്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, അതാണ് എനിക്കൊരു വിഷമമുള്ളത്. ഈ സംഘടനകൾക്ക് പെർഫെക്റ്റ് ട്രാൻസ്ഫർ വേണമെന്ന് ആഗ്രഹം ഉണ്ടോ എന്ന് എനിക്ക് സംശയം. അപ്പൊ അവരുടെ ഇൻഫ്ലുവൻസ് പോകും, ഞാനത് വാങ്ങിച്ചു തരാം, ഞങ്ങൾ ഭരിക്കും. പിന്നെ കേരളത്തിൽ ഈ ഭരണം മാറിക്കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എന്തെങ്കിലും ആളെ കൂട്ടാനും പല കാര്യങ്ങൾക്കും ഉണ്ട് അവർ ചെയ്തു. സാർ അപ്പൊ സാർ ഇത് പറഞ്ഞപ്പോഴാണ് ഇത് വെഞ്ഞാറമൂട് എന്ന് പറയുന്ന വില്ലേജ് ഓഫീസ്, സരസ്വതമ്മ എന്ന് പറഞ്ഞിട്ട് വില്ലേജ് ഓഫീസ് ഇരുന്നപ്പോൾ അത് മോഡൽ വില്ലേജ് ഓഫീസാക്കി, മാതൃക വില്ലേജ് ഓഫീസാക്കി. കറപ്ഷൻ ഇല്ല, വളരെ ട്രാൻസ്പെറന്റ് ആ കാര്യങ്ങൾ. അതിൽ ആവേശം കൊണ്ടുപോയിട്ട് വെഞ്ഞാറമൂട് സർക്കിൾ ഇൻസ്പെക്ടർ ഓഫീസും മോഡൽ സർക്കിൾ ഇൻസ്പെക്ടർ ഓഫീസാക്കി. പക്ഷെ ആ സർക്കിൾ ഇൻസ്പെക്ടർ മാറിയപ്പോഴും ആ സരസ്വതി അമ്മ റിട്ടയർ ആയപ്പോഴും ബോർഡ് അടക്കം എടുത്ത് തുറക്കളഞ്ഞു. അപ്പൊ നമ്മുടെ രാജ്യത്ത് ഇപ്പം ആനന്ദബോസ് സാറിന് ഇപ്പം ഫയലിൽ നിന്ന് വയലിലേക്ക് ഇങ്ങനെ ഓരോ സ്ഥലത്ത് ഓരോ കളക്ടർമാരായി, ഇപ്പൊ സാർ നേരത്തെ ഉദാഹരണം പറയും, ഓരോരുത്തരും ഇരിക്കുമ്പോൾ ഒരുപാട് നല്ല നല്ല ആശയങ്ങൾ താഴോട്ട് കൊണ്ടുവരും. ഇപ്പൊ അങ്ങനെ ഒരുപാട് ആശയങ്ങൾ കാണുന്നതായിട്ട് നമുക്ക് തോന്നുന്നില്ല. എന്താണ് പുതിയ തലമുറയ്ക്ക് സംഭവിക്കുന്നത്? സിവിൽ സർവന്റ് സാറ് ഉദ്യോഗസ്ഥർ, ഞാനൊരു കൺസർവേറ്റീവ് കൈൻഡ് ഓഫ് സിവിൽ സർവന്റ് ആണ് സാർ. അപ്പം ഞാനിത് ചെയ്തു, എന്റെ പ്രോഗ്രാമിന്റെ പേരൊന്നും ഞാൻ ഒന്നിനും വച്ചിട്ടില്ല. അതെ, പക്ഷെ എല്ലാ സ്ഥലത്തിലും ഗുഡ് ഗവർണൻസിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. അതിന് ഞാൻ പോകുന്നതിന് കുറെ മുമ്പ് ഒരു ജി കെ പിള്ള എന്നൊരു സാറ്, അദ്ദേഹം കൊല്ലത്തൊരു വെൽ നോൺ കളക്ടറായിരുന്നു, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയിൽ ഹോം സെക്രട്ടറിക്കായി. അദ്ദേഹം മഹാരാഷ്ട്രയിൽ അഹമ്മദ് നഗർ കളക്ടറേറ്റിൽ പോയിട്ട് പഠിച്ചോണ്ട് വന്നു. അപ്പൊ ഇതൊക്കെ എക്സാമ്പിൾസ് ആണ്, ഇതൊക്കെ വെറും സ്ട്രേ അഹമ്മദ് നഗറിൽ ഉണ്ടാക്കിയെന്നല്ല. അദ്ദേഹം വന്ന് ഇവിടെ ചെയ്തത് എല്ലാ എംപ്ലോയീസിനെയും, ഇൻക്ലൂഡിങ് സ്വീപ്പർ മുതൽ ഡെപ്യൂട്ടി കളക്ടർ വരെ, അവരിൽ നിന്ന് വോളണ്ടിയർ ആയിട്ടുള്ളവരെ ഒരു ടീം ഉണ്ടാക്കി കളക്ടറെ നന്നാക്കാൻ എന്തൊക്കെ ചെയ്യണം എന്നപ്പോ എല്ലാം ചെയ്തു. ഒരു റെക്കോർഡ് റൂം ക്ലീൻ ആക്കാൻ വെക്കുന്ന സ്വീപ്പർക്ക് അറിയത്തുള്ളൂ, ഡെപ്യൂട്ടി കളക്ടർക്ക് അറിയത്തില്ല. അത് വെച്ച് അതേ നടപ്പാക്കി. പക്ഷെ ഇതൊക്കെ സസ്റ്റെയിൻ ചെയ്യാത്ത എന്താണ്? അത് കുറെ സസ്റ്റെയിൻ ചെയ്തു, കുറെ വർഷം. അതൊരു സിസ്റ്റമിക് റിഫോമാണ്, അല്ലാതെ ഒരു പേഴ്സണാലിറ്റി ഡിപ്പെൻഡന്റ് അല്ല. അപ്പൊ നമ്മുടെ പല റിഫോമും പേഴ്സണാലിറ്റി ഡിപ്പെൻഡന്റ് ആണ്. ഞാനത് ചെയ്തു, അപ്പൊ അതിന്റെ പേര് കൊടുത്തു, ആ വ്യക്തി പോകുമ്പോൾ അടുത്ത ആൾക്കാർക്ക് ഇത് വരത്തില്ല. അപ്പൊ ഞാൻ എന്റെ വളരെ നല്ല നല്ല മുൻഗാമികളിൽ നിന്ന് പഠിച്ചത്, വളരെ ഈ സിവിൽ സർവീസിന് ഒരു വലിയൊരു കോർ വാല്യൂ ഉണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് ഒന്നും കറന്റ് കോണ്ടെക്സ്റ്റിൽ ചോദിക്കരുത്, ഞാൻ പറയത്തില്ല. അനോണിമിറ്റി. ഞങ്ങള് മസൂറി അക്കാഡമിയിൽ പോയ ആദ്യത്തെ ദിവസം പഠിപ്പിച്ചാണ് അനോണിമിറ്റി, ഇന്റഗ്രിറ്റി, ന്യൂട്രാലിറ്റി. ഇതാണ് ഞങ്ങളുടെ വാല്യൂസ്. പിന്നെ പ്രൊഫഷണലിസം. അപ്പൊ ഇത് ഞാൻ കോളേജിൽ നിന്ന് നേരെ ജോലിയും ചെയ്തിട്ടില്ല, അക്കാഡമി പോകുമ്പോൾ ഇതൊരു ആദ്യ ഡയറക്ടർ വന്നപ്പം അങ്ങ് ആകത്ത് കയറി. അപ്പം സിവിൽ സർവന്റ് ഒരിക്കലും സിവിൽ സർവന്റ് അല്ല ചെയ്യുന്നത്. ഇപ്പൊ കളക്ടർ അല്ല, ഇപ്പൊ ഞാൻ ചീഫ് സെക്രട്ടറി അല്ല ചെയ്യുന്നത്. ഒരു വലിയൊരു ടീമിന്റെ ഒരു ഫൈനൽ ഒപ്പിടുന്നതോ ചിലപ്പം ഒരു ഐഡിയേഷൻ ആയിരിക്കും. അപ്പൊ ഇത് അനോണിമസ് ആയിട്ട് ചെയ്താൽ എല്ലാവർക്കും സന്തോഷമായിരിക്കും. കൊല്ലം കളക്ടറേറ്റ് നല്ല കളക്ടറേറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സന്തോഷം, കൊല്ലം കളക്ടർ നല്ല കളക്ടർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സന്തോഷമാവില്ല. ഇത് നമ്മൾ ഇൻകൾക്കേറ്റ് ചെയ്യേണ്ടത് ആവശ്യമാണ്. അപ്പം ഇപ്പോഴൊരു സോഷ്യൽ മീഡിയയുടെയും അതുപോലെ ഇൻസ്റ്റാഗ്രാം, വാട്സപ്പ്, ഇങ്ങനെ വലിയൊരു സാധ്യതയാണല്ലോ. ഒരാളൊരു കാര്യം ചെയ്താൽ ചെയ്യുന്നതിനേക്കാൾ വലുതായിട്ട് സമൂഹത്തിൽ പറയാം. ഇതിൽ ഇൻട്രസ്റ്റ് കയറി പലപ്പോഴും സാറ് പറഞ്ഞതുപോലെ ഒരു സിസ്റ്റത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതിന് പകരം സൈലന്റായി കാര്യങ്ങൾ ചെയ്യുന്നതിന് പകരം പേഴ്സണലൈസ് ചെയ്ത് അത്തരത്തിലുള്ള ഒരുപാട്, എന്റെ ശക്തമായ വ്യൂ സിവിൽ സർവീസ് എത്തിക്സിനെതിരാണ്. പക്ഷേ ഈ ഞാനൊക്കെ ഉള്ളപ്പോ സോഷ്യൽ മീഡിയ ഇല്ല, ഒന്നുമില്ല, മൊബൈൽ ഫോൺ പോലും ഇല്ല, PR വർക്കും ഇല്ല, ഇത്തരത്തിലുള്ള PR. പക്ഷേ ഇൻഫർമേഷൻ കൊടുക്കുന്നത് അതൊരു കോർ ഇതാണ്. ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഗുഡ് ഗവർണൻസിന്റെ ഒരു ഇത്, ഈ ട്രാൻസ്പെറൻസി, ഡിസമിനേഷൻ ഓഫ് ഇൻഫർമേഷൻ, എവരിബഡി നോസ് ഹൗ റൈറ്റ് ടു നോ, റൈറ്റ് ടു ബി ഹേർഡ്, ഇതൊക്കെ സിമ്പിൾ ഇതാണ്. അപ്പൊ അത് ആളുകൾ അറിയിക്കണം, ഇങ്ങനെയാണ് പട്ടയം കൊടുക്കുന്നത്, അപ്പൊ ഇന്ന പട്ടയം ഇത്ര പേർക്ക് കൊടുത്തിട്ടുണ്ട്, ഇനി ഇത്ര പെൻഡിങ് ആണെന്നുള്ള ഇൻഫർമേഷൻ സോഷ്യൽ മീഡിയയിൽ വിട്ടാൽ തെറ്റില്ല. പക്ഷെ ഞാൻ ചെയ്തു എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എനിക്ക് അതിന്റെ ക്രെഡിറ്റ് കിട്ടണം, ഞാൻ ഇതാണ് നമ്മളല്ല ചെയ്യുന്നത്. ഒരു കാര്യം ചോദിച്ചു സാർ, ഡെമോക്രസിയുടെ ഏറ്റവും വലിയ ഒരു കൾച്ചറൽ കോർ വാല്യൂ എന്ന് പറയുന്നത് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ജനങ്ങൾ കൂടി വരുമ്പോഴാണ്. അല്ലാതെ ഭരണകൂടത്തിൽ അല്ലെങ്കിൽ മന്ത്രിമാർ ക്ലിയർ ആയിരുന്നു, ഉദ്യോഗസ്ഥർ വളരെ ക്ലിയർ ആണ് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഇത് തീരത്തില്ല. ജനങ്ങളും ഇതിനകത്ത് വളരെ കൃത്യമായ ഇപ്പൊ ക്യൂല് നിൽക്കണം എന്ന് പറഞ്ഞാൽ ക്യൂല് നിൽക്കണം, അല്ലെങ്കിൽ എനിക്ക് അർഹമായത് മതി, അർഹത ഉള്ളപ്പോൾ മതി, അർഹതപ്പെട്ട ആൾ അടുത്ത് നിൽക്കണയൊക്കെ കൊടുക്കണമെന്ന ലെവലിലേക്ക് ജനങ്ങൾ പലപ്പോഴും വരാത്തതിന്റെ പ്രശ്നമുണ്ടോ? ഇതില് എനിക്ക് ഏറ്റവും വലിയ പാഠം കിട്ടിയിട്ടുള്ളത് ഡൽഹി മെട്രോ. നമുക്കിപ്പോ ഒരു ബസ് കയറാൻ ഇവിടെ പോയി നോക്കിയാൽ
അവിടെ ഡൽഹി അങ്ങനെ ഭയങ്കര നിങ്ങൾക്ക് തോന്നുന്നല്ലോ വളരെ ഡിസിപ്ലിൻ ക്രൗഡൊന്നും അല്ല. പക്ഷെ ഡൽഹി മെട്രോയില് ഏത് സ്റ്റേഷനിൽ പോയാലും, വലിയ സ്ലമ്മിന്റെ അടുത്ത് പോയാലും വലിയ ഏരിയയിൽ പോയാലും ആളുകൾ ക്യൂ നിന്നേ എടുക്കുന്നത്. അതെന്തുകൊണ്ടാണ്? തുടങ്ങിയ അന്ന് മുതൽ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. ആ സിസ്റ്റം ഒരുത്തനും ബ്രേക്ക് ചെയ്യില്ല. അവിടെ ഒരു പരിചയമുള്ള കാരണം കൊണ്ട് കയറ്റി ഇരുത്തത്തില്ല. ഇത് ഇപ്പൊ ഡൽഹി മെട്രോയിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ ഇതൊരു റഷിൽ അത്യാവശ്യമായിട്ട് ഓടിയെത്തുന്ന ആൾക്കാർ ഇങ്ങനെ ക്യൂ നിന്ന് 1 by 1 ആയിട്ട് അത് അടയുന്നവരെ നിന്ന് പോകാൻ പറ്റുമെങ്കിൽ ഇത് ഇഫ് യു തിങ്ക് അപ്പ് ഫ്രണ്ട്, അത് എന്ന ശ്രീധരൻ നേരത്തെ ചെയ്തു. വേൾഡ് മുഴുവൻ അതാണ്. പക്ഷെ ഇപ്പൊ എല്ലാ സ്ഥലത്തും ഞങ്ങൾ കൊച്ചിയിൽ ചെയ്യുന്നില്ല. അപ്പൊ നമ്മൾ എല്ലാ സ്ഥലത്തും കൊച്ചി ആയാലും വിജയവാഡ ആയാലും എന്താ ചെന്നൈ ആയാലും ഇത് ചെയ്യുന്നു. അത് മെട്രോയ്ക്ക് ഒരു റൂളും മെട്രോയ്ക്ക് അത് ഇത് വന്നു. അപ്പം ഇത് ഈ ആൾക്കാരെ നമ്മൾ ആ രീതിയിൽ ട്രെയിൻ ചെയ്താൽ ഒരു കൾച്ചർ ഡെവലപ്പ് ചെയ്യും. അപ്പൊ ആ കൾച്ചറെ വയലേറ്റ് ചെയ്താൽ മറ്റവരെല്ലാം പുച്ഛിച്ച് നോക്കും. ഇതിലെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട് ഒരിടത്തും ചാടി കയറുന്നത്. അപ്പം എൻറ്റയർ ക്രൗഡ് അവനെ ആ നോട്ടം കാണുമ്പോൾ തന്നെ അവനെ ഉണ്ടാവും. അല്ല, അപ്പൊ സാർ പറയുന്നത് നമ്മളൊരു സിസ്റ്റം ഉണ്ടാക്കിയിട്ടാണ് ഇതിലേക്ക് പോകുന്നത്, റൂൾ സിസ്റ്റം. അല്ലാതെ ഒരു സുവമോട്ടോ ജനങ്ങൾ ഇതിലേക്ക് വരാനുള്ള സാധ്യതയുണ്ടോ? ആസ് എ സിറ്റിസൺ, എന്റെ ഒരു പൗരബോധം, എന്റെ ഒരു കോൺഷ്യസ്നെസ്. ഞാൻ എപ്പോഴും ഇപ്പോഴത്തെ ജനറേഷനും പഴയ ജനറേഷനും ഒക്കെ ഇപ്പൊ ഞങ്ങളൊക്കെ യൂണിവേഴ്സിറ്റി കോളേജിലൊക്കെ പഠിക്കുമ്പോൾ 70കളാണ്. സ്ട്രോങ് ഐഡിയോളജി, ഒരു പാർട്ടി അങ്ങനെ ഒന്നുമില്ല. ഇന്ന് അത്ര സ്ട്രോങ് ഐഡിയോളജി കുട്ടികളുടെ ഇടയ്ക്കില്ല. അതിന്റെ ഒരു റീസൺ ഐഡിയോളജി പറഞ്ഞവരൊന്നും അതനുസരിച്ച് പ്രവർത്തിച്ചില്ല, ആയിരിക്കാം. പക്ഷേ വേറൊരു നല്ല കാര്യം ഞാൻ കണ്ടത് 2018 ഫ്ലഡ് സമയത്താണ്. കളക്ടർ വിളിച്ചതേ ഉള്ളൂ, റേഡിയോ കൂടെ പറഞ്ഞതേ ഉള്ളൂ, നിങ്ങൾ ഈ സ്കൂളിൽ വാ, അതൊക്കെ സോർട്ട് ചെയ്ത് എല്ലാവരും. അത് കഴിഞ്ഞ ഒരു തിരിച്ചു ഒരു ഫ്ലാഷ് പോലെയാണ്. അങ്ങനെ ഉള്ളത് ഇന്ന് കൂടുതലാണ്. അന്ന് അങ്ങനെ ഒന്നുമില്ല, ഞങ്ങളൊന്നും പോത്തൊന്നുമില്ല. അപ്പം ഇത് ഇന്നത്തെ തലമുറയുടെ ഒരു നന്മയാണ്. ഒരു ഫ്ലഡോ കോവിഡോ അവരെ ഒന്ന് മൊബിലൈസ് ചെയ്ത് കുറച്ചുകൂടി ഡയറക്റ്റ് ചെയ്യുന്നതിനേക്കാളും അവർക്ക് ഈ ഓപ്പർച്യൂണിറ്റി അവര് ചെയ്യും. ഞാൻ രാവിലെ നടക്കാൻ പോകും. അപ്പൊ ഫ്ലഡ് സമയത്ത് ഒരു ദിവസം നടക്കാൻ പോകുമ്പോൾ ഐ കുഡ് സി എ അപ്പർ മിഡിൽ ക്ലാസ് ചൈൽഡ്, കണ്ടറിയാം, ഡ്രസ്സും എല്ലാം കാണും. ആ കുട്ടി വന്നതിൻ്റെ അടുത്ത് പറഞ്ഞു, കുറച്ച് ഒരു ചെറിയ ഡൊണേഷൻ തരുമോ, ഞാൻ ഞങ്ങളുടെ സ്കൂളിൽ കളക്ട് ചെയ്യുന്നു. റോട്ടില് രാവിലെ ഒരു 6:45. ഞാൻ പറഞ്ഞു, മോളെ ഞാൻ പൈസ കൊണ്ടു നടക്കാറില്ല, നാളെ വരുമെങ്കിൽ കൊണ്ടുവരാം. ഞാൻ വരാമെന്ന് പറഞ്ഞു. എനിക്ക് ഒരു പ്രതീക്ഷയില്ല. അടുത്ത ദിവസം രാവിലെ ഞാൻ വേർഡ് കിട്ടിയെന്ന് പോലെ അവർക്ക് എന്നെ അറിയത്തില്ല. അടുത്ത ദിവസം രാവിലെ അതേ സമയം ആ കുട്ടി എക്സ്പെക്ട് ചെയ്ത് നിൽക്കുന്നു, കൊടുക്കും. അപ്പൊ ഈ ടൈപ്പ് ഓഫ് നന്മയ്ക്ക് വേണ്ടി അത് ഞാനിപ്പോൾ മനസ്സിലാക്കുന്ന എല്ലാ സ്ഥലങ്ങളും ഈ പാലിയേറ്റീവ് കെയർ എത്ര പിള്ളേർ പോകും. ഞാൻ ഈ പാലിയേറ്റീവ് കെയറിൽ ഞങ്ങൾ ഇൻസ്പയർഡ് ആകുന്നത് മലപ്പുറം ജില്ലയിൽ ആ നമ്മുടെ നിലമ്പൂർ ആ സൈഡില് ഇങ്ങനെ ആളുകൾ എല്ലാ സ്ഥലത്തും, മലപ്പുറത്താണ് തുടങ്ങിയത്, കോഴിക്കോട് മലപ്പുറമാണ് തുടങ്ങിയത്. നല്ല എഡ്യൂക്കേറ്റഡ് റിച്ച് പിള്ളേർ ഈ പാവങ്ങളുടെ വീട്ടിൽ ഒരാഴ്ച ഞാൻ 1 മണിക്കൂർ പോയിട്ട് അവർക്ക് ഊണ്ടൊക്കെ ഡ്രസ്സ് ചെയ്ത് അല്ലെങ്കിൽ അവരുടെ സംസാരിച്ചിട്ടിരിക്കുക എന്നുള്ളത്. അതുകൊണ്ട് അപ്പൊ ഈ പാലിയേറ്റീവ് കെയർ കാണുമ്പോൾ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നമുക്കൊരു ഹോപ്പ് ഉണ്ട്, അല്ലെങ്കിൽ ഭയങ്കര സിനിക്കലായി പോകും. അപ്പൊ സാർ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ, അല്ലെ സാർ കൺക്ലൂഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഇതിനൊരു പോസിബിലിറ്റി ഉണ്ട് സമയം. പക്ഷേ ലീഡർഷിപ്പിന്റെ ഒരു ഉണ്ടെങ്കിൽ ഇതൊക്കെ ലീഡർഷിപ്പ് ഇല്ലാത്ത സമയമാണ്, ഈവന്റ് ബേസ്ഡ് ആയിട്ട് വരുന്നതാണ്. അപ്പൊ ഇത് സസ്റ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുന്നതാണ്. എല്ലാം പേഴ്സണലൈസ് ചെയ്ത്, കുറച്ച് പേഴ്സണലൈസ് ഒരു PR വർക്കൊക്കെ ചെയ്യും, ഏത് മനുഷ്യനാണല്ലോ. പക്ഷെ അതിനപ്പുറം എല്ലാം ഒരു ഇൻഡിവിജ്വലൈസ് ചെയ്ത് പേഴ്സണലൈസ് ചെയ്ത് കൊണ്ടുപോകാൻ ഒരു സിസ്റ്റത്തിലേക്ക് കയറ്റി കൊണ്ടുപോകാൻ പറ്റിയാൽ ഒരു ഗുഡ് ഗവേണൻസ് നമുക്ക് കഴിയുന്നതാണ് ഡെമോക്രസി. എമിനന്റ്ലി ഡൂവബിൾ, particularly in a state like Kerala, where people are aware, where you can communicate. അതിന് ഒരുപാട് വരും. അപ്പൊ ലാസ്റ്റ് ഒരു ചോദ്യം സാർ, സാർ ചീഫ് സെക്രട്ടറി ആയിരുന്നു, സിവിൽ സർവൻ്റ് ആയാണ്, സാറിന് ഒരുപാട് അനുഭവ പരിചയമുള്ള ആളാണ്. ഒറ്റ വാക്കിൽ ഈ ഗുഡ് ഗവേണൻസ് വരുന്നതിന് സൊസൈറ്റിയോടുള്ള സാർ ഒരു ആരോടും ആവട്ടെ, ഈ ജനങ്ങളോടാവട്ടെ, സിവിൽ സർവൻസിനോടാവട്ടെ, പൊളിറ്റിക്കൽ ലീഡർഷിപ്പിനോട് സാറിൻ്റെ ഒരു മെസ്സേജ് എന്താണ് സാർ? അതോടുകൊണ്ട് കൺക്ലൂഡ് ചെയ്യാം. അത് ഈ ഗാന്ധിജി പറഞ്ഞ ഇത് തന്നെയാണ്, സ്വരാജ് കിട്ടിക്കഴിഞ്ഞു, സുരാജ് ഇല്ലാതെ സ്വരാജ് നിൽക്കില്ല. താങ്ക് യു സാർ.